പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാനുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മാർച്ച് 17 കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 3 മില്യൺ വ്യൂവർഷിപ്പ് നേടിയെടുത്തിട്ടുണ്ട് ആ മാർച്ച് 17 റോ എപ്പിസോഡ് എന്നാണ് നെറ്റ്ഫ്ലിക്സ് നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അതിന് മുൻപത്തെ റോ എപ്പിസോഡിനെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ 2 ലക്ഷത്തിലധികമുള്ള ഒരു വർധനവ് റേറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസ്, ബ്രോക്ക് ലെസ്നറിൻ്റെ അപ്പിയറൻസ് തുടങ്ങിയവയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ വലിയ സഹായകമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചൊവ്വാഴ്ചത്തെ മാർച്ച് 24 റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് നമുക്ക് അടുത്ത ആഴ്ചയാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു വാർത്തകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ ബ്രാൻഡിലെ അംഗവും MFT എന്ന് പറയുന്ന ടീമിലെ താരവുമായ ടാമ ടോങ്ക എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ടാമ ടോങ്കയായിരുന്നു ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. കാരണം ടാമ ടോങ്ക അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ WWE ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ടാമ ടോങ്കയോട് വലിയൊരു തുക പിഴ അടയ്ക്കാനും കമ്പനി ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് റെസ്ലേഴ്സ് റിഹേഴ്സൽ ചെയ്യുന്ന റിങ്ങിൻ്റെ അടുത്ത് വെച്ച് ഇവരൊക്കെ ഡിസ്കഷൻസ് നടത്തുന്ന ഒരു വീഡിയോ ആണ് ടാമ ടോങ്ക പോസ്റ്റ് ചെയ്തത്. അപ്പോൾ റെസ്ലേഴ്സ് ഇത്തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അതൊരു റൂൾ വയലേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ടാമ ടോങ്കയോട് വലിയൊരു തുക പിഴ അടയ്ക്കാനും കമ്പനി ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ രൂപയിലേക്ക് വരികയാണെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ടാമ ടോങ്കയ്ക്ക് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ടാമ ടോങ്ക അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധം, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, താൻ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത്തരത്തിൽ വലിയൊരു തുകയ്ക്ക് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ WWE സൂപ്പർ സ്റ്റാർസ് അവരുടെ അഭിപ്രായങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു തോന്നൽ അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുണ്ട്. ചിലപ്പോൾ കമ്പനിക്ക് എതിരെയും അല്ലെങ്കിൽ താൻ ചെയ്തതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കുറിക്കാറുള്ളത്. എന്നാൽ ടാമ ടോങ്ക ഈ ഒരു അബദ്ധം അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനി തനിക്ക് മുന്നിലേക്ക് വെച്ച ആ ഒരു പിഴ അടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അഭിപ്രായങ്ങളും ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് അതിന് യോജ്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവാണ് ടാമ ടോങ്കയുടെ ഭാഗത്ത് നിന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് റോ എപ്പിസോഡുകളായിട്ട് ഗുന്തറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല റസൽമീനിയ 42 ഗുന്തറിൻ്റെ പ്ലാൻ എന്ത്, ഗുന്തറിൻ്റെ എതിരാളി ആര്, ഗുന്തറിന് എന്തെങ്കിലും പരിക്ക് പറ്റിയോ തുടങ്ങിയ ഒരു സംശയങ്ങളാണ് ആരാധകർക്കിടയിലുള്ളത്. സാക്ഷാൽ ഗോൾബെർഗ്, ജോൺ സിന, AJ സ്റ്റൈൽസ് തുടങ്ങിയ ലെജൻസിനൊക്കെ റിട്ടയർ ചെയ്യിപ്പിച്ച ഗുന്തറിന് WWE കൊടുത്തിരുന്ന പുഷ് അവസാനിപ്പിച്ചോ, ഗുന്തറിനെ മിഡ് കാർഡ് ലെവലിലേക്ക് മാറ്റാൻ പോകുകയാണോ എന്നുള്ള സംശയങ്ങളും ആരാധകർക്കിടയിലുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്, ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഗുന്തറിന് റസൽമീനിയ 42 കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോക്കെതിരെയുള്ള ഒരു മത്സരമായിരുന്നു. റെയ് മിസ്റ്റീരിയോയുടെ തന്നെ കരിയറിലെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മത്സരം കൊടുക്കാനായിരുന്നു WWE തയ്യാറാക്കിയ ഒരു പ്ലാൻ. പക്ഷേ റെയ് മിസ്റ്റീരിയോയ്ക്ക് ഇഞ്ചുറി പറ്റി. ഈ ഇഞ്ചുറി പറ്റിയത് ഗുന്തറിനെ നല്ല രീതിയിൽ ബാധിച്ചു. ഗുന്തറിനെ റെയ് മിസ്റ്റീരിയോയ്ക്ക് പകരം ഒരു എതിരാളിയെ കണ്ടുപിടിക്കുന്ന ഒരു വലിയൊരു ദൗത്യം അത് കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ WWE ക്രിയേറ്റീവ് ടീമിന് സാധിച്ചില്ല. അപ്പോൾ ഗുന്തറിനെ റോ എപ്പിസോഡിൽ കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ റോ എപ്പിസോഡുകളിൽ നിന്ന് നിലവിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ റെയ് മിസ്റ്റീരിയോയുടെ ഇഞ്ചുറി മാറുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ട്. റെയ് മിസ്റ്റീരിയോയുടെ ഇഞ്ചുറി മാറിയില്ലെങ്കിൽ ഗുന്തറിന് റസൽമീനിയ 42 മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുന്തറിൻ്റെ റസൽമീനിയ 42 സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുഷ് ഒരു മെഗാ പുഷ് തന്നെയാണ്. അതായത് ലെജൻസിനെ റിട്ടയർ ചെയ്യിപ്പിക്കുന്ന, ലെജൻസിൻ്റെ കരിയറിലെ അവസാന മത്സരം കളിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ കരിയർ കില്ലർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ അവർ പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഗുന്തറിന് നിലവിൽ കൃത്യമായിട്ടുള്ള ഒരു എതിരാളി ഇല്ലെങ്കിൽ അദ്ദേഹത്തെ റോ എപ്പിസോഡിൽ കൊണ്ടുവരരുത് എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഗുന്തറിന് വന്നിട്ട് ജസ്റ്റ് ഒരു പ്രൊമോ സെഗ്മെൻറ്റ് കൊടുക്കാനാണെങ്കിലും ഒരു 10 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ആ ഒരു സമയം ഒരു മത്സരത്തിനോ മറ്റ് സ്റ്റോറി ലൈൻ്റെ ബിൽഡപ്പിനോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ
കൊടുക്കുകയാണെങ്കിൽ റസൽമേനിയ 42ലേക്ക് മറ്റ് റെസ്ലേഴ്സിൻ്റെ ഒരു സ്റ്റോറിയും മത്സരവും ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗുന്തറിന് കൃത്യമായിട്ടുള്ള ഒരു എതിരാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് നല്ലൊരു തീരുമാനമാണ്. നിങ്ങളുടെ അഭിപ്രായം ആർക്കൊപ്പമാണ്, എന്ത് തീരുമാനമാണ് നല്ലത് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ഊസോസ്, റോമൻ റീൻസ് തുടങ്ങിയവർക്കെതിരെ അടിച്ചു നിൽക്കാൻ വേണ്ടി ദ വിഷൻ ടീമിന് കൈ കൊടുക്കുമോ എന്നുള്ള പല കൂട്ടുകാരുടെയും ഒരു സംശയത്തെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു സംശയമായിരുന്നു CM പങ്ക് ദ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ദ വിഷൻ ടീമിൽ CM പങ്ക് ഒരിക്കലും ജോയിൻ ചെയ്യില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു കൈ CM പങ്ക് നിലവിൽ ഈ സ്റ്റോറി ലൈന് ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് CM പങ്ക് റോമൻ റീൻസിന് എതിരെ പറയുന്ന ഒരു പോയിന്റ് ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകും. അതായത് റോമൻ റീൻസ് ബ്ലഡ് ലൈൻ്റെ സഹായം മൂലമാണ്, കസിൻസിൻ്റെ സഹായം മൂലമാണ് ടോപ്പ് സ്റ്റാർ പദവിയിലേക്ക് എത്തിയതും നേട്ടങ്ങൾ കൊയ്തത് എന്നുമാണ് ഈ ഒരു സ്റ്റോറി ലൈനിൽ CM പങ്ക് പറയുന്ന ഒരു പോയിന്റ്. കുടുംബത്തിൻ്റെ സഹായമില്ലാതെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നീ സീറോയാണ് എന്നുള്ളതാണ് CM പങ്ക് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതേ CM പങ്ക് മറ്റുള്ളവരുടെ സഹായം റോമൻ റീൻസിനെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ റോമൻ റീൻസിന് ആ പറഞ്ഞത് തിരിച്ചടിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇതുവരെ CM പങ്ക് പോയ ആ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ CM പങ്കിന് തന്നെ ഒരു ഇരട്ടാത്താപ്പ് ഉണ്ടാകുന്ന രീതിയിലും തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയേക്കാം. അതുകൊണ്ട് തന്നെ ദ വിഷൻ ടീമിനുമായിട്ട് ഒരിക്കലും CM പങ്ക് കൈ കൊടുക്കില്ല. അത് അവരുടെ ഒരു പഴയ ചരിത്രം കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ദ വിഷൻ ടീമും എന്നല്ല മറ്റ് ആരുമായിട്ടും CM പങ്ക് കൈ കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ CM പങ്ക് ദ വിഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ മറ്റ് റെസ്ലേഴ്സിൻ്റെ കൂടെ നിന്ന് റോമൻ റീൻസ് ഊസോസിനെതിരെ ഫൈറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പോയിന്റിലേക്ക് ആരും ഈ ഒരു സ്റ്റോറി പോകുമെന്ന് കരുതരുത്. ഇനിയിപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്തകൾ തന്നെ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് ജസ്റ്റ് ഫാൻസ് തിയറി മാത്രമായിരിക്കും. അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ്റെ ഒരു ഭാവിയിലെ പോക്ക് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.